അപ്പോൾ കുറച്ചായില്ലേ എന്നെ കണ്ടിട്ട്. ഞാനിപ്പം എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ പോകാം കേട്ടോ. അപ്പോൾ ഒരു 4 ദിവസത്തേക്ക് മൈസൂറും കൂർഗും കേട്ടോ പോകുന്നത്. അപ്പോൾ സ്കൂളിലോട്ട് ഞാനിപ്പം ഒരുങ്ങിയിട്ട് പോവാം കേട്ടോ. അപ്പം പോകുന്ന വഴിക്കെല്ലാം കാണിക്കാം ഗൈസ്. അപ്പോൾ ചേട്ടനാട്ടോ എന്നെ സ്കൂളിൽ കൊണ്ട് വിട്ടത്. ചെന്നപ്പോഴേ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ക്ലാസ്സിലോട്ട് കയറി ചെല്ലാൻ പറഞ്ഞ് ഞങ്ങൾ ബാഗ് വെക്കണമായിരുന്നു. അപ്പോൾ ബാഗൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വണ്ടി വന്നപ്പോൾ എല്ലാവരും വണ്ടി കാണാൻ വേണ്ടി ഇറങ്ങി ചെന്ന് കേട്ടോ. വണ്ടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് കയറി കേട്ടോ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങിയപ്പോൾ ആദ്യമേ ഭക്തിയായിട്ടുള്ള പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. പാട്ടൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ ശാന്തമായിരുന്നപ്പോഴത്തേക്ക് ഓണാവുള്ള പാട്ടൊക്കെ വന്നു. എല്ലാവരും ഓണായി പങ്കെത്തുള്ളും കാലില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചായ കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് കഴിക്കാനാണെങ്കിൽ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എല്ലാവർക്കും കൂടെ ടീച്ചർമാരൊക്കെ ചായ വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ചായ കുടിച്ചു. അപ്പം ഈ ഹോട്ടലിലാട്ടോ ഞങ്ങൾ കയറിയത്. അപ്പോൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു കുർക്കുറ വാങ്ങിച്ചിട്ടാണ് അതും വന്ന് അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതാണ്ട് ചേട്ടൻ വന്ന് എല്ലാവരും ഓർഡറാക്കി. എല്ലാവരും തുള്ളാൻ അങ്ങ് തുടങ്ങി. തുള്ളി അതിൻ്റെ ഇടയ്ക്ക് ഞാനും കുറേ എല്ലാത്തിനും വലിച്ച് വായ ഇറക്കി അങ്ങോട്ട് എന്താ പറയുക ഡാൻസായി. പിന്നെ ടീച്ചറിനെ വിളിച്ചു വരുത്തി. ടീച്ചറങ്ങ് അടിപൊളി ഡാൻസ്, ഞങ്ങളെക്കാളും സെറ്റ് ഡാൻസ്. അതിൻ്റെ ഇടയ്ക്ക് സാറിൻ്റെ പുതിയ മുദ്രയൊക്കെ ആയിട്ടാണ് ഡാൻസ് കളിക്കുന്നതാണ്. പിന്നെ അവന്മാരുടെ ഡാൻസായി. എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് തകർത്ത് തിമിർത്താക്കി. അപ്പോഴത്തേക്ക് അടുത്ത ടീച്ചർമാരുടെ എല്ലാവരുടെയും ഡാൻസാണ്. അപ്പം ഇവരാണോ പിള്ളേർ ഞങ്ങളാണോ പിള്ളേരെന്നൊക്കെ ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ചു. ഇവിടെ ഡാൻസ് ഉണ്ടപ്പം പിന്നെ ഞങ്ങളങ്ങ് തുടങ്ങി അടുത്ത ഡാൻസ് പാട്ടും കൂത്തുമായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്താക്ഷരി കളിക്കാൻ തോന്നി ടീച്ചർ. എന്നാൽ പിന്നെ എല്ലാവരും പാട്ട് പാടുന്നു. അപ്പോൾ പാട്ട് പാടുന്ന ഇടയ്ക്ക് എല്ലാം ഫുൾ കോമഡി എല്ലാം കഴിഞ്ഞ് എൻ്റെ പൊന്നോ രക്ഷയില്ല. അടിപൊളിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങളങ്ങ് അടിപൊളിയായിട്ട് പാട്ട് പാടി തകർത്ത് തിമിർത്ത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ഡാൻസ്, തുള്ളലോട് തുള്ളൽ, ഡിസ്ക തോന്നി എല്ലാവരും തുള്ളലായിരുന്നു. അങ്ങനെ തുള്ളൽ കഴിഞ്ഞപ്പോഴത്തേക്കോ അടിപൊളി പിന്നെയും തുള്ളൽ, പാട്ട് വെറൈറ്റി ആയിട്ടിങ്ങനെ പാട്ട് വരുന്നു, ഡാൻസ് കളിക്കുന്നു. അമ്പോ രക്ഷയില്ലായിരുന്നു. നൈറ്റ് ഫുള്ളും കിടന്ന് ഡാൻസ് കളി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ ടൈമായി. ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ അവിടെ കടയിൽ ചെന്നപ്പോഴത്തേക്ക് അടിപൊളി റെസ്റ്റോറൻ്റാണ് കേട്ടോ. നല്ലൊരു ഫുഡ് തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ കേട്ടോ ഒരുമിച്ച് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയേ. ബാക്കി എല്ലാവരും ഓരോരോ സീറ്റിലൊക്കെ ഇരുന്ന് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് വെളിയിലോട്ട് പോകുമ്പോൾ പിന്നെ എന്തായാലും ഫുഡ് കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് വയറൊക്കെ നിറച്ച് കഴിച്ചേ. അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് കൈ കഴിയുമ്പോഴത്തേക്ക് വേറെ സ്കൂളിലെ പിള്ളേരൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നിറച്ച് പിള്ളേരായി. പിന്നെ ഞങ്ങൾ കഴിച്ച ഹോട്ടലിൽ കേട്ടോ. എന്തായാലും അടിപൊളി ഫുഡായിരുന്നു ആ ഹോട്ടലിൽ നിന്ന് കിട്ടിയത്. അത് കഴിഞ്ഞപ്പോൾ നൈറ്റ് ആയപ്പോൾ ഒരു മൂവിയും കണ്ടു. അപ്പോൾ എല്ലാവരും കിടന്നു ഉറങ്ങി കേട്ടോ.